1962 ചാൾസ് ഡാർവിൻ പറയുന്ന പരിണാമ സിദ്ധാന്തം 4000 വർഷത്തിന് മുമ്പ് വേദവ്യാസൻ കൃത്യമായി ശ്രീമദ് ഭാഗവതത്തിൽ പറയാം. അപ്പൊ അതിന്റെ ആ കഥയിൽ അതിന്റെ തിയറി വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയാണ്. അതിനാദ്യത്തെ അവതരണ മത്സ്യാവതാരമാണ്. ഭൂമിയിൽ വലിയ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യരൂപത്തിൽ വരികയും മനുഷ്യരുടെയൊക്കെ പൂർവികനായ മനു ബോട്ടിൽ വന്ന് മത്സ്യത്തിന്റെ പുറത്തുണ്ടായിരുന്ന കൊമ്പിൽ കെട്ടി മനുഷ്യരാശിയെ രക്ഷിച്ചു. ഇതാണ് കഥ. അപ്പൊ ഈ കഥ പണ്ട് നദീതല സംസ്കാരമായിരുന്നു. അവിടെ എല്ലാം വെള്ളപ്പൊക്കമുണ്ടാവും. ആ വെള്ളപ്പൊക്കത്തെ രക്ഷിക്കുന്നത് അന്നത്തെ ഭരണാധികാരികളുടെ വലിയ കഴിവാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ ഈ കഥ ഇതുപോലെ തന്നെയുണ്ട്. ഈജിപ്തിൽ നൈൽ നദിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അത് രക്ഷിക്കാൻ വേണ്ടി ഫറോ മീൻസ് എന്ന ഫറോ രാജാവ് ഡൈക്സ് ഉണ്ടാക്കി നൈലിന്റെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിക്കുകയും ആ വെള്ളം തിരിച്ചുവിട്ട് കൃഷി സംയുക്തമാക്കുകയും ചെയ്തു. ഗ്രീക്ക് പുരാണങ്ങളിൽ മീനോസ് എന്ന രാജാവ് ഇതുപോലെ ഫ്ലഡ് വാട്ടേഴ്സിന്റെ മുകളിലൂടെ ബോട്ടുണ്ടാക്കിയിട്ട് പോയി മനുഷ്യരെ രക്ഷിച്ചു. അപ്പോ നമ്മുടെ മനുവാണെങ്കിലും ഈജിപ്തിലെ മീനാണെങ്കിലും ഗ്രീസിലെ മീനോസ് ആണെങ്കിലും 3 വാക്കും മായും നായും ചേർന്ന വാക്കാണ്. ഈ കഥ 1000 വർഷത്തിന് മുമ്പ് ഈജിപ്തുകാർക്ക് ഗ്രീക്കാർക്ക് നമുക്ക് കോമൺ ആയ ഒരു കഥയാണ്. അപ്പൊ മായും നായും ചേർന്ന് നമുക്ക് മനു ഈജിപ്തിൽ മീൻസ് ഗ്രീസിൽ മീനോസ്. ഇതേ കഥ വേദോസത്തിലുണ്ട്. യഹൂദന്മാർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന വേദോസത്തിൽ നൂ, മനുവിന്റെ മായില്ല, നോവ, അദ്ദേഹം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ബോട്ടൊക്കെ ഉണ്ടാക്കി മനുഷ്യരെ രക്ഷിച്ചു. അപ്പൊ ഈ വിഭവന്മാരെല്ലാം ഉണ്ടായത് മീൻസിൽ നിന്നാണ്. ഗ്രീസിലെ മനുഷ്യരെല്ലാം ഉണ്ടായത് മീനോസിൽ നിന്നാണ്. ലോകത്തിലെ മനുഷ്യർ മുഴുവൻ മനുവിൽ നിന്നുണ്ടായി. അതുകൊണ്ടാണ് മനുഷ്യർ നമ്മൾ വിളിക്കുന്നത്. മനുഷ്യ അത് ഭാഗവതം. നോഹയിൽ നിന്നാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുണ്ടായിരുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അപ്പൊ ഇത് പണ്ടെങ്ങും ഉണ്ടായിരുന്ന ഒറിജിനൽ കഥയുടെ ഒരു രൂപമാണ് ഭാഗവതത്തിൽ വരുന്നത്. അപ്പൊ ഈ മനു മത്സ്യാവതാരം എടുത്ത ഭഗവാന്റെ സഹായത്തോടുകൂടിയാണ് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഈ കഥ ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പറയുന്നത്. പണ്ട് ഗംഗാനദി ഉത്തരാഖണ്ഡിൽ നിന്ന് പുറപ്പെട്ട് ഗോമുഖിലെത്തിയ ശേഷം അതൊഴുകി സരസ്വതി നദിയിൽ പോയി ലയിച്ചു. ആ സരസ്വതി നദി ലയിച്ച ശേഷം ഗംഗാനദി പോയിട്ട് ഗുജറാത്തിലെ റാണി കച്ചിൽ വീഴുന്നു. അങ്ങനെയാണ് പണ്ട് ഗംഗാനദി പോയിരുന്നത്. അങ്ങനെ സപ്തസൈന്യവും ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇൻഡസ് ആൻഡ് സരസ്വതി 7 നദികളുടെ സപ്തസൈന്യത്തിൽ 1500 പട്ടണം ഉണ്ടായിരുന്നു. അതിൽ 700ഓളം പട്ടണം സരസ്വതി തീരത്താണ്. സരസ്വതി എന്ന ഏറ്റവും വലിയ നദി. പക്ഷേ ഈ നദി ഋഗ്വേദ കാലത്ത് വറ്റാൻ തുടങ്ങി. ആ നദിയെ ഋഗ്വേദത്തിൽ വിളിച്ചു. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ കാണാതെയുമാവും സരസ്വതി. ഇടയ്ക്കിടെ കാണാം, പിന്നെ കാണില്ല. മഴക്കാലമാകുമ്പോൾ നദി ഇങ്ങനെ ഒഴുകും. മഴയില്ലാതാവുമ്പോൾ അത് വെറും കുളങ്ങളാണ്. കുളം. ഈ കുളത്തിന് സംസ്കൃതത്തിലെ പേരാണ് സരസ്. സരസ്സിലോ ചേർന്ന നദികളായതുകൊണ്ടാണ് സരസ്വതി എന്ന നദിക്ക് പേര് വരുന്നത്. എന്നാൽ 4000 വർഷത്തിന് മുമ്പ് വലിയൊരു ഭൂമിയിൽ ഉണ്ടാക്കി ഗോമുഖത്തിൽ ഒരു വലിയ പർവ്വതം പൊങ്ങുന്നത്. 2000 ഫുട്ടോളം ഒരു മല പൊങ്ങുന്നത്. ആ മലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളലിനകത്ത് ഗംഗാനദി മഴക്കാലം വരുമ്പോൾ ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് ഈ സരസ്വതി ഒരു നദിയെ പോലെ കാണപ്പെട്ടത്. അപ്പൊ ഋഗ്വേദം എഴുതിയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ മഴ ഉണ്ടായ ചരിത്രമെന്ന് പറഞ്ഞില്ല. അപ്പോ ഭാഗീരഥൻ തീരുമാനിച്ചു ഈ മലയെ കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മലയ്ക്കകത്ത് വെള്ളമുള്ള സ്ഥലത്ത് ഭാഗീരഥനും പട്ടാളം കൂടെ വന്നിട്ട് മണ്ണും കല്ലൊക്കെ ഇട്ടങ്ങ് കംപ്ലീറ്റ് അടച്ചു. ആ അടച്ച സ്ഥലത്ത് പരമശിവന്റെ വലിയൊരു ക്ഷേത്രമാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പരമശിവൻ തലയിൽ ഗംഗാനദി വഹിച്ചു നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന സംഭവം. അപ്പൊ ഈ ഭാഗീരഥൻ അടച്ചോടുകൂടി ഗംഗാനദി വന്നിട്ട് ഈ മലയിൽ തട്ടിയിട്ട് തിരിയാൻ തുടങ്ങി. ആ തിരിഞ്ഞ സ്ഥലത്തിന് ആ നദിക്കിട്ട പേര് ഭാഗീരഥി. ഈ ചെയ്ത രാജാവിന്റെ പേരാണ് ഭാഗീരഥി. ഭാഗീരഥി പിന്നെ അളകനന്ദായി കുറിച്ചാണ്. അളകനന്ദ അതുവഴി ഒഴുകി വന്നിട്ട് യമുനയുമായി ചേരുമ്പോ ത്രിവേണി സംഘമുണ്ടായി. യമുന സരസ്വതി ചേർന്ന ത്രിവേണി സംഘവുമായി മാറി. അപ്പൊ ഈ ത്രിവേണി സംഗമത്തിൽ 12 വർഷം കൂടുമ്പോൾ ഒരു വ്യാഴവട്ടം വീഴുമ്പോൾ കുംഭമേള. അങ്ങനെ 12 കുംഭമേള കഴിയുമ്പോൾ 140ാമത്തെ വർഷം മഹാകുംഭമേള.
അതേത് മനുഷ്യൻ കണ്ടാലും ആ മനുഷ്യൻ മോക്ഷം കിട്ടും. നിങ്ങളുടെ എൻ്റെ ഭാഗ്യത്തിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ 144 കൊല്ലം പൂർത്തിയായിട്ട് 2 മാസത്തിന് മുമ്പ് കുംഭമേള നടന്ന ത്രിവേണി സംഗമത്തിൽ. അതാരെല്ലാം കണ്ടോ അവരെല്ലാം മോക്ഷം പ്രാപിക്കും. വേദവ്യാസൻ എഴുതുന്ന കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പറയുന്ന ടെലിവിഷൻ ഉണ്ട്. നമ്മളവിടെ ബെഡ്റൂമിൽ ഇരുന്ന് ത്രിവേണി സംഗമത്തിലെ മഹാകുംഭമേള കണ്ടു. അപ്പോൾ നമ്മളെല്ലാം മോക്ഷം കിട്ടി. ഈ സദസ്സിൽ ഒറ്റയാകെ മോക്ഷം കിട്ടാക്കിയിട്ടില്ല. നമ്മൾ ആ മഹാകുംഭമേള കണ്ടു. വേദവ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നു 6-7 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് കണ്ടാൽ മോക്ഷം കിട്ടും. അപ്പൊ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഈ ഗ്രഹങ്ങളെല്ലാം ഒരേ ലൈനിൽ വരും. 325 വർഷം കൊണ്ടുകൂടെ വരുന്നു. അതാര് കണ്ടാലും അതിന് മോക്ഷം കിട്ടും. വേദവ്യാസം പതിരിക്കാൻ നിങ്ങളുടെ എൻ്റെ ഭാഗ്യത്തിന് 324 വർഷത്തിന് ശേഷം ഈ 6 ഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നത് ഫെബ്രുവരി 9 നമ്മൾ ടെലിവിഷനിൽ 6 ഗ്രഹം വരുന്നു നമ്മളെല്ലാം കണ്ടു. അപ്പോൾ വേദവ്യാസം പറഞ്ഞ കണക്കനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം മോക്ഷം ഉറപ്പ്. എന്തൊരു ഭാഗ്യം പറയുന്നത്. ഈ 154 വർഷം കൂടുമ്പോൾ മഹാകുംഭമേള 324 വർഷം കൂടുമ്പോഴുള്ള 6 ഗ്രഹം ഒന്നിച്ചത് നമ്മൾ ടെലിവിഷൻ കണ്ടു. അപ്പോൾ വേദവ്യാസം പറഞ്ഞ 2 കണക്കനുസരിച്ച് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടും. അതാണ് രസം. അപ്പൊ അങ്ങനെ ഗോമുഖത്തിൽ വെച്ച് വഴി തിരിഞ്ഞപ്പോൾ ആ ഗംഗാനദി ഉത്തർപ്രദേശിലൂടെ ഒഴുകി അത് ഗംഗ, യമുന, ഗണ്ഡ, കോസി 4 നദികളുമായിട്ട് ചേർന്ന് ബീഹാറിൽ ഒഴുകി ബംഗാളിൽ ഒഴുകി ബംഗ്ലാദേശിൽ ചെന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ വീഴാൻ തുടങ്ങി. ഈ മഹത്തായ ഇന്ത്യൻ സിവിലൈസേഷൻ തകരുകയും ഗാന്ധിജി സിവിലൈസേഷൻ ഉയർത്തുകയും ചെയ്ത സനാതന ധർമ്മത്തിന്റെ സംസ്കാരങ്ങളുടെ വലിയ ഉയർച്ചയുണ്ടായ മഹത്തായ സംഭവം. ഈ സംഭവം മത്സ്യാവതാരത്തിൽ കണക്ട് ചെയ്യപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം? മനുഷ്യന് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയില്ല. പക്ഷെ മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളം